1968 നടന്ന ചിക്കാഗോ വിയറ്റ്നാം റിയൽ ഇഷ്യൂവിനെ ബേസ് ചെയ്ത് ആരോൺ സോർക്കിൻ സംവിധാനം ചെയ്ത കോർട്ട് റൂം ഡ്രാമയാണ് ദ ട്രയൽസ് ഓഫ് ദ ചിക്കാഗോ 7. നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ഈ ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത്. സമരങ്ങളെ അടിച്ചമർത്തുന്ന നിയമത്തെ വളച്ചൊടിക്കുന്ന, കോടതിയെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന അമേരിക്കൻ മാടമ്പിത്തം ഈ സിനിമയിലൂടെ തുറന്നു കാട്ടുന്നുണ്ട്. കണക്റ്റഡ് ആവാതെ പോകുന്ന ആദ്യത്തെ 10 മിനിറ്റുകൾ കഴിഞ്ഞാൽ അവസാനത്തെ എൻ ക്രെഡിറ്റ് വരെയുള്ള സീനുകൾ വരെ നമ്മെ പിടിച്ചിരുത്താൻ കഴിവുള്ള ഒരു സിനിമയാണ് ചിക്കാഗോ 7. നീതിന്യായ വ്യവസ്ഥയോട് ജനങ്ങൾക്കുള്ള വിശ്വാസക്കുറവ് എന്തുകൊണ്ട് വരുന്നു എന്ന് എ റിയൽ ഇൻസിഡൻറ്റ് സിനിമ കാട്ടിത്തരുന്നുണ്ട്. കുറുക്കിക്കൊള്ളുന്ന സംഭാഷണങ്ങളുമായി ഗംഭീര ഒഴുക്കിൽ പോകുന്ന തിരക്കഥ, അതിനെ ക്രാഫ്റ്റ് കൊണ്ട് വേറൊരു തലത്തിലേക്ക് പറിച്ചു നേടുന്ന സോർക്കിൻ്റെ ഡയറക്ഷൻ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബ്രില്യൻ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. എഴുത്തുകൊണ്ടും ക്രാഫ്റ്റ് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും ഈ കഥയുടെയും അത് പറഞ്ഞു വെൽക്കുന്ന ഇന്നും പ്രസക്തമായ പൊളിറ്റിക്സിൻ്റെ പ്രാധാന്യം കൊണ്ടും ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായി ഉയർന്നു തന്നെ നിൽക്കും ഈ സോർക്കിൻ സിനിമ. കോർട്ട് റൂം ഡ്രാമ ആയതുകൊണ്ട് തന്നെ പ്രധാനമായും ഡയലോഗുകളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന നരേറ്റീവ് പാറ്റേണാണ് സിനിമയ്ക്കുള്ളത്. ഈ സിനിമയുടെ ക്രാഫ്റ്റ്, തിരക്കഥയുടെ ലെയേഴ്സ് ഈ സിനിമ എവോൾവ് ചെയ്തു വരുന്ന വഴി അങ്ങനെ കോർട്ട് റൂം സിനിമ എന്നതിനും ഏറെ മുകളിലുള്ള തട്ടിലാണ് ഈ സിനിമയെ നോർക്കിൻ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത്. ട്രയൽ സമയത്തെ രംഗങ്ങളും റയറ്റ് സീനുകളും ഒറിജിനൽ ഫൂട്ടേജുകളും എല്ലാം ഇടകലർത്തിയ സ്ട്രക്ചറും മികച്ചൊരു എഡിറ്റിങ്ങും എല്ലാം സൂചിപ്പിക്കുന്നത് ഈ വർഷത്തെ അക്കാഡമി അവാർഡുകളിൽ ചിക്കാഗോ 7 വേണ്ടി കരഘോഷം ഉയരും എന്ന് തന്നെയാണ്. കളങ്കിതനായ ജഡ്ജി സാമ്രാജ്യത്വത്തിൻ്റെ പ്രതിരൂപമായി തന്നെ സിനിമയിലുടനീളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ബൈസ്ഡായ ജഡ്ജിൻ്റെ റോൾ സാഷാ ബാരോണിനെ പോലൊരു കൊമേഡിയനെ കാസ്റ്റ് ചെയ്തതിലൂടെ സിനിമയ്ക്ക് കെട്ടുറപ്പും പ്രേക്ഷകന് ചിരിക്കുവാനുമുള്ള അവസരം കൂടിയാണ് ലഭിച്ചത്. ഇതുപോലുള്ള അടിച്ചമർത്തലുകളും വിവേചനങ്ങളും അമേരിക്കയിൽ എന്ന പോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്നിടത്തോളം കാലം ഈ സിനിമയുടെ പ്രസക്തി മായാതെ നിൽക്കും. രഞ്ജി പണിക്കർ മോഡലിലുള്ള നെടുങ്കൻ ഡയലോഗുകൾ ഒരു ശരാശരി മലയാളി പ്രേക്ഷകനായ എന്നിൽ കുറച്ച് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി എന്നതൊഴിച്ചാൽ ട്രൂലി ആൻഡ് ഓവർവെൽമിംഗ് എക്സ്കലറേറ്റിംഗ് കോർട്ട് റൂം ഡ്രാമ. Undoubtedly one of the best movie of this year. Thank you and please subscribe my channel. Bye.